കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകലിൽ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ യേശു നമ്മുടെ ജീവിതത്തിൽ നൽകിയ വിശേഷ അവസരത്തിനായിട്ട്, ഈ വിശേഷ പദവിക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വലിയ ദയയും കൃപയും എല്ലാം ദൈവം നമ്മുടെ മേൽ പകരട്ടെ. വലിയ ദൈവത്തിൻ്റെ നിയോഗങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ഒക്കെ ഇന്ന് പകൽ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. നമ്മൾ ഇന്ന് പകലായിരുന്നിടത്തൊക്കെ ആയിരുന്ന മീറ്റിങ്ങിലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് വളരെ വ്യക്തമായിട്ടും വളരെ ശക്തമായിട്ടും സംസാരിപ്പാൻ തക്കോണം ഇടയായി തീർന്നു. എല്ലാ നിലയിലും ഇന്ന് പകലിൽ കർത്താവിൻ്റെ വലിയ ദയയും കരവും നമ്മുടെ മേൽ വെളിപ്പെടുവാൻ തക്കോണം ഇടയായി തീർന്നല്ലോ. സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാമല്ലോ. ഇന്നത്തെ പകലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം ഞാൻ വായിക്കാം ഇവിടെ. സ്തോത്രം. എന്നിട്ട് ചില വാക്കുകൾ അതിലൂടെ നമുക്ക് ദൈവജനമായിട്ട് കേട്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. ആധാരമായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വമുണ്ടാകട്ടെ. ലേഖനത്തെ കുറിച്ച് പറയുന്നത് ലേഖനങ്ങളുടെ റാണി എന്ന പേരിലാണ് എഫേസ്യ ലേഖനം അറിയപ്പെടുന്നത്. ലേഖനങ്ങളുടെ റാണി. അതിൻ്റെ അർത്ഥം വളരെ ആഴമേറിയ ദൈവവചനത്തിൻ്റെ മാർമികതകൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. പൗലോസിൻ്റെ ഇതര ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. സ്തോത്രം. 3-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് നാം ഇവിടെ വായിച്ചത്. അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ പറയുന്ന ഒരു പദം ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിവുള്ള ദൈവം. അവിടെ എന്നാൽ എന്നൊരു പദം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ. സ്തോത്രം. അപ്പോൾ ഇത് തുടർച്ചയായിട്ട് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യരോട് സംസാരിക്കുന്ന തുടർമാനമായ ഒരു സംസാര വിഷയത്തിന്റെ തുടർച്ചയാണ് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ എന്ന് പറയുമ്പോൾ സ്തോത്രം, മുൻപത്തെ അധ്യായത്തിൽ നമുക്ക് സ്തോത്രം ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ പറയുന്ന വാക്യത്തിന്റെ പൂർണ്ണ അർത്ഥം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വന്നാൽ അവിടെ കാണുന്നത് അതുനിമിത്തം എന്ന് പറഞ്ഞ് പൗലോസ് തുടങ്ങുകയാണ്. അതുനിമിത്തം. അവിടെയും നിന്നും നമുക്ക് സംസാരിക്കുവാൻ സാധ്യമുള്ളതല്ല. കാരണം മുമ്പ് പറഞ്ഞ അധ്യായത്തിൽ എന്തോ പൗലോസ് തുടർച്ചയായിട്ട് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ സംസാരത്തിന്റെ ഒരു കണ്ടിന്യൂഷനാണ് 3-ാം അധ്യായം. പുറകിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സ്തോത്രം 2-ാം അധ്യായത്തിലൊക്കെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന എന്ന് പറഞ്ഞ് പഠിച്ചു തുടങ്ങുന്ന ആ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന്റെ വചനം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഫോടനപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്നത്. എഫേസ്യ ലേഖനം എഴുതിയത് എഫേസ്യ പട്ടണത്തിലാണ്. സ്തോത്രം. പൗലോസ് വേലയ്ക്ക് ചെന്നത്. സ്തോത്രം. എഫേസ്യ പട്ടണത്തിൽ ചെന്ന സംഭവം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. സ്തോത്രം. അതേ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് ഈ സഭയുടെ തുടക്കത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്. സ്തോത്രം. 18-ാം അധ്യായം ഒക്കെ തന്റെ മിഷണറി യാത്രയിൽ താൻ യാത്ര ചെയ്തു പോകുന്ന ചരിത്രമാണ് പരിശുദ്ധാത്മാവിൽ അവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. 18-ാം അധ്യായത്തിലൊക്കെ താൻ യാത്ര ചെയ്ത് വരികയാണ്. സ്തോത്രം. താൻ യാത്ര ചെയ്ത് സ്തോത്രം കൊരിന്തിൽ വന്നു. അവിടെ നിന്ന് 19-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എവിടെത്തി? എഫസോസിലെത്തി. അവിടെ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു. സ്തോത്രം. അപ്പോൾ പൗലോസ് ഉൾപ്രദേശത്തിലൂടെ സഞ്ചരിച്ച് എഫസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ വന്ന ചരിത്രമാണ് 18-ാം അധ്യായം 1
അധ്യായം 1 വാക്യം മുതൽ കാണുവാൻ കഴിയുന്നത്. എഫെസോസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു പട്ടണമായിരുന്നു. സ്തോത്രം. ഏഷ്യയുടെ ഗേറ്റ് വേ എന്നൊക്കെയാണ് ഈ പട്ടണത്തെക്കുറിച്ച് വേദപണ്ഡിതന്മാർ അവകാശപ്പെടുന്നത്. സ്തോത്രം. ഞാൻ അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ ഒരു ചിന്തയിലേക്ക് പോകുന്നില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട്. സ്തോത്രം. പുരാതന ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എഫെസോസ് പട്ടണത്തിലുണ്ടായിരുന്ന അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പട്ടണത്തിലാണ് പൗലോസ് സുവിശേഷ പ്രവർത്തനവുമായിട്ട് വന്നത്. സ്തോത്രം. അപ്പോൾ ഈ ലേഖനത്തിൽ, എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ക്രിസ്തുവേശുവിൽ നമുക്കൊരു ധനമുണ്ട് എന്നാണ്. ക്രിസ്തുവേശുവിൽ നമ്മൾ ആരാണ്? നമുക്കൊരു ധനമുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ ക്രിസ്തുവേശുവിൻ്റെ ധനം നാം ഉപയോഗിക്കണം. ക്രിസ്തുവിൽ നാം ആരാ? സമ്പന്നരാണ്. ശ്രദ്ധിക്കണം, ക്രിസ്തുവിലാണ് നാം സമ്പന്നരാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സമ്പത്ത് ഒരു ദൈവ പൈതൽ ഉപയോഗിക്കണമെന്നാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് 19 അധ്യായം 1 വാക്യത്തിൽ പൗലോസ് എഫെസോസ് എന്ന പട്ടണത്തിലെത്തി. ദൈവവേലയ്ക്ക് ഒരു യോഗ്യമായ ഒരു സാഹചര്യം അല്ലായിരുന്നു അവിടെ ഉള്ളത്. ദൈവവേല വളരുവാൻ ഒരു സാധ്യതയും എഫെസോസ് പട്ടണത്തിൽ ഇല്ലായിരുന്നു. സ്തോത്രം. അവിടേക്കാണ് പൗലോസ് തന്റെ വേലയുമായിട്ട് വരുന്നത്. അവിടുത്തെ വേലയുടെ ആരംഭഘട്ടത്തിൽ പൗലോസിന് ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. ചില ശിഷ്യന്മാരെ കണ്ടു. പൗലോസ് അവരോട് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ പൗലോസ് അവരെ കണ്ടത് ആദ്യമായി ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? സ്തോത്രം. അതൊരു വലിയ ചോദ്യമാണ്. ഇന്ന് നമ്മളൊരു വിശ്വാസിയെ കാണുമ്പോൾ, നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, നമ്മുടെ കൂട്ടുപ്രവർത്തകരെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളാണ്, അല്ലെ? നമ്മൾ ആദ്യം കാണുമ്പോൾ ഒരു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ചോദിക്കുന്നു, മറ്റൊന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിനെ കുറിച്ച് ചോദിക്കുന്നു, മറ്റൊന്ന് കയ്യിൽ കെട്ടിയിരിക്കുന്ന സ്മാർട്ട് വാച്ചിനെ കുറിച്ച് ചോദിക്കുന്നു, അല്ലെ? അപ്പോൾ എന്താണ് അതിൻ്റെ കാരണം? നമ്മളെല്ലാം ഭരിക്കുന്നത് ഈ ലോകത്തിന്റെ ചിന്തകളും, അല്ലെ? ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങളും, നല്ല ഡ്രസ്സിനെ കുറിച്ചുള്ള ബോധ്യങ്ങളും, നല്ല വാച്ചിനെ കുറിച്ചുള്ള ബോധ്യങ്ങളും, ഇത്യാദി കാര്യങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത്, അല്ലെ പറയും, നല്ല വണ്ടിയാണല്ലോ, ഇതിന് എന്തോ മൈലേജ് ഉണ്ട്. ഇപ്പം ആദ്യം ഒരാളെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതിന്റെ വില എന്തായി എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ ചോദിക്കാൻ കാരണം? നമ്മുടെ ഒക്കെ ഉള്ളിൽ എന്താണ്? ഇന്ന് ലോകം നിറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ലോകം കയറി നമ്മളെയൊക്കെ മൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത്, അതെങ്ങനെയുണ്ട്, ഇതെങ്ങനെയുണ്ട്, അതിൻ്റെ വില എങ്ങനെയുണ്ട്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇതൊക്കെ ചോദിക്കുന്നത്. പക്ഷെങ്കിൽ പൗലോസിന്റെ പ്രത്യേകത, പൗലോസ് ഒരു കൂട്ടുവിശ്വാസിയെ കാണുമ്പോൾ, അല്ലെ ശിഷ്യഗണങ്ങളെ കാണുമ്പോൾ, പൗലോസ് ചോദിക്കുന്നത് കയ്യിൽ കിടക്കുന്ന വാച്ച് ഏത് കമ്പനിയുടെ ആണെന്നല്ല, കാലിലിട്ടിരിക്കുന്ന ഷൂസ് ഏത് കമ്പനിയുടേതാണെന്നല്ല. പൗലോസ് ഒരാളെ കണ്ടപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യം, ശിഷ്യന്മാരെ കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നാണ്. പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ് ആദ്യം അവരോട് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന്, അദ്ദേഹം കുറഞ്ഞ ആളൊന്നുമല്ല, വളരെ സമ്പന്നനായിരുന്നു, വളരെ അറിവുള്ളവനായിരുന്നു, ആഢ്യത്വമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ചോദിക്കാൻ എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതൊന്നുമല്ല ചോദിച്ചത്. ആദ്യത്തെ ചോദ്യം, ഒരു വിശ്വാസിയെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യം, സ്തോത്രം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നുള്ളതാണ്. സ്തോത്രം. ഇന്ന് പകലും ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അത് പ്രസക്തമായ ചോദ്യമാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചുവോ? ഉടനെ അവര് പറയുകയാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും എന്തോ ചെയ്തിട്ടില്ല, കേട്ടിട്ടില്ല. അതെന്താ കേൾക്കാഞ്ഞത്? സ്തോത്രം. ഇന്ന് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, സ്തോത്രം, പെട്രോൾ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് പോലെ ആയിരിക്കും. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതം പഞ്ചറായ വാഹനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ദൂരയാത്രയ്ക്ക് പോകുന്നത് പോലെ ആയിരിക്കും. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ, നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരല്ലെങ്കിൽ, ക്രിസ്തീയ ജീവിതം വളരെ ദുഷ്കരമായിരിക്കും. ഇത്
മറ്റാരേക്കാൾ കൂടുതൽ നന്നായി ആർക്കറിയാമായിരുന്നു? പൗലോസിന് അറിയാമായിരുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം ആനന്ദദായകരമായി തീരണമെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതം മടുപ്പില്ലാത്ത ഒരു ജീവിതമായി തീരണമെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമായി മാറണമെങ്കിൽ നിശ്ചയമായിട്ടും നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നാം നടക്കുന്നവരായിരിക്കണം. സ്തോത്രം. അപ്പോൾ ഇവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങള് കേട്ടിട്ടില്ലെന്നാണ്. അതിന്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ നാളുകൾ വളരെ കുറവാണ് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മെസ്സേജുകൾ ഇന്ന് വളരെ കുറവാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവ് ആരാണ്? പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി എന്താണ്? പരിശുദ്ധാത്മാവിന് ഒരു ദൈവ പൈതലിൽ എന്ത് ചെയ്യാൻ കഴിയും? പരിശുദ്ധാത്മാവിൽ അല്ലാതെ ജീവിതം നയിച്ചാൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവിൽ നമ്മൾ ജീവിതം നയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിജയം എന്താണ്? ഇന്ന് ഇതൊന്നും ആളുകൾ, വിശ്വാസികളെ, ദൈവമക്കളെ പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സഭയിൽ ദൈവജനത്തിന് ബോധ്യം വരുത്തുന്നില്ല. ഇത് സ്വന്തം പരിശുദ്ധ ഒരു ക്രിസ്തീയ ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും പരാജയമാണിത്. സ്തോത്രം. അപ്പോൾ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? സ്തോത്രം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഇന്ന് പകലിൽ എനിക്കും ഇവിടെ ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? സ്തോത്രം. പ്രാപിച്ചില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്? സ്തോത്രം. അഥവാ പ്രാപിച്ചില്ലെങ്കിൽ ദൈവാത്മാവ് നമ്മോട് പറയുന്നു, സ്തോത്രം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നിശ്ചയമായിട്ടും പ്രാപിക്കണം. അന്യഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. സ്തോത്രം. എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, അവർ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ഏകദേശം 120ഓളം ആളുകൾ കാത്തിരുന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നോക്കുക, എന്തുകൊണ്ടാണ് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നും പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണമെന്ന് യേശു പറഞ്ഞു? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് പൗലോസ് ചോദിച്ചു. എന്തിനാണ് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടായാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 8-ാം വാക്യം അതിനുള്ള മറുപടികൾ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, സ്തോത്രം, എല്ലായിടത്തും യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരും. സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഗുണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നമ്മൾ ആത്മശക്തി പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പറയുന്നു, നമുക്ക് ശക്തി ലഭിക്കും. സ്തോത്രം. എങ്ങനെ? ശക്തി ലഭിക്കും. സ്തോത്രം. ശക്തി ലഭിക്കും. ശക്തി കിട്ടും. സ്തോത്രം. ശക്തി നമുക്ക് ലഭിക്കും. എന്തിനാണ് ഈ ശക്തി? സ്തോത്രം. ഇന്ന് ശക്തിയുടെ പവറിന്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പവറിന്റെ ലോകം. പവർ ഇല്ലാത്ത ഒരു ജീവിതത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. സ്തോത്രം. നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സിക്ക് പവർ ഇല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകുവാനുള്ള പവർ ഇല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം? സ്തോത്രം. ശക്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ശക്തിയില്ലെങ്കിൽ ജീവിത വിജയം നേടുവാൻ സാധ്യമല്ല. ശക്തിയില്ലെങ്കിൽ ശത്രുവിനോട് എതിർക്കുവാൻ സാധ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ശത്രുവിനോട് എതിർക്കുവാൻ ഒരു ദൈവ പൈതലിനെ പ്രാപ്തനാക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഈ ലോകത്തിൽ ലോകമോഹങ്ങൾ നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ആത്മശക്തിയിലാണ് അതിനെ നാം ജയിക്കേണ്ടത്. ആത്മശക്തിയില്ലാതെ ജഡ വിചാര വികാരങ്ങളെ നമുക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ
ഇല്ലെങ്കിൽ നമുക്ക് വിജയകരമായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പില്ലെങ്കിൽ നമുക്ക് ദൈവവചനം പഠിക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ നമ്മുടെ മേൽ ഇല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാനും കഴിയുകയില്ല. അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചാൽ ഉള്ള ആദ്യത്തെ ഗുണം? നമുക്ക് ശക്തി ലഭിക്കാനിടയായി തീരും. ഈ ശക്തി ലഭിച്ചാൽ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ മാറ്റം? ഈ ശക്തി ലഭിച്ചാൽ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം? 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമം നിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നത്, ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ, സ്തോത്രം, നിങ്ങൾക്ക് എഴുതുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യം ശ്രദ്ധേയമാണ്, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിലും, സ്തോത്രം, അവിടെ പറയുന്നു, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചാൽ നമുക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ 1 യോഹന്നാൻ 2:14 വാക്യം, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാണ്. എങ്ങനെ? ആത്മാവിന്റെ ശക്തിയാൽ. എങ്ങനെയാണ് ഇന്ന് ബാല്യക്കാരെ ശക്തനാകുന്നത്? 6 പാക്ക് ഉള്ളത് കൊണ്ടോ, വലിയ മസിൽ ഉള്ളത് കൊണ്ടോ, നമ്മള് കരങ്ങൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ മസിൽ കയറ്റുന്നത് കൊണ്ടോ? സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ചെക്കനെ ഞാൻ കണ്ടു, വീടിന്റെ കട്ടളപ്പടി അവൻ തൂങ്ങി ആടി ഇങ്ങനെ കയറുകയാണ് മുകളിലോട്ട്. സ്തോത്രം. എന്നിട്ട് തൂങ്ങി ആടിയിട്ട് അവൻ കയ്യിലോട്ട് നോക്കുക മസിൽ കയറുന്നുണ്ടോ എന്ന്. എന്താണ്? ഈർക്കിലി പോലത്തെ കയ്യിലോട്ട് നോക്കുകയാണ് മസിൽ കയറുന്നുണ്ടോ എന്ന്. എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത്? ശക്തനാകാൻ നോക്കുകയാണ്, മസിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ്, അല്ലെ? ഇന്നത്തെ തലമുറകളെ നോക്കിക്കേ, ജിമ്മിൽ പോകുന്നു, ടൈറ്റ് ബനിയനിടുന്നു, മസിലുകൾ എക്സ്പോസ് ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നു. എന്താണ്? ശക്തനാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ശക്തിക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അത് ലോകത്തിന്റെ മക്കൾ. എന്നാൽ ദൈവമക്കൾ ശക്തരാകേണ്ടതിന് ജിമ്മിൽ പോയി ജിമ്മിൽ കയറി ഇറങ്ങി ഉണ്ടാകുന്ന ശക്തിയെ കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. സ്തോത്രം. ജിമ്മിൽ പോയി ബാല്യക്കാരും യൗവനക്കാരും യൂത്തുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ, നിങ്ങൾ അങ്ങനെ ശക്തരാകുന്നതിനെ കുറിച്ചല്ല ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ ശക്തി നിങ്ങൾക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ നിങ്ങളുടെ മസിൽ പെരുപ്പിച്ച് കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കാം, നിങ്ങളുടെ ശരീരം സൗന്ദര്യമുള്ളതാക്കി കാണുവാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കാം. എന്നാൽ ആത്മാവിന്റെ ശക്തി നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ആത്മശക്തി നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. സ്തോത്രം. ആത്മശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി നാം പ്രാപിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് ദുഷ്ടനെ ജയിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആരാണ് ഈ ദുഷ്ടൻ എന്ന് പറയുന്നത്? സ്തോത്രം. ഈ ദുഷ്ടൻ എന്ന് പറയുന്നത് ലോകത്തിൽ നിങ്ങൾ പണം ചോദിച്ചിട്ട് നിങ്ങൾ തരാത്ത ആളല്ല ദുഷ്ടൻ, നിങ്ങൾക്ക് തരാത്ത ആളല്ല ദുഷ്ടൻ. ആരാണ് ഈ ദുഷ്ടൻ എന്ന് പറയുന്നത്? അവിടെ ഈ ദുഷ്ടൻ എന്ന് വേദപുസ്തകം പറയുന്ന വാക്യം ഒരു മനുഷ്യനെ കുറിച്ചല്ല പറയുന്നത്. സ്തോത്രം. നമ്മൾ പലപ്പോഴും പറയും അവൻ ദുഷ്ടന്, അവൾ ദുഷ്ടയാന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇവിടെ പറയുന്ന ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയെ വിളിക്കുന്ന പേരല്ല. ഇവിടെ പറയുന്ന ദുഷ്ടൻ അമ്മായിയപ്പനെ വിളിക്കുന്ന പേരല്ല. ഇവിടെ കാണുന്ന ദുഷ്ടൻ സുഹൃത്തിനെ വിളിക്കുന്ന ആ ദുഷ്ടനല്ല ഈ ദുഷ്ടൻ. ഈ ദുഷ്ടൻ ആരാണ്? ഈ ദുഷ്ടൻ എന്ന് വേദപുസ്തകം പറയുന്നത് പിശാചിനെ കുറിച്ചാണ് പറയുന്നത്, സാത്താനെ കുറിച്ചാണ് പറയുന്നത്. സകല മനുഷ്യരെയും വഞ്ചിക്കുന്ന, പാപത്തിലേക്ക് ദൈവമക്കളെ വലിച്ചു കൊണ്ടുപോകുന്ന, പ്രാർത്ഥനയിൽ നിന്ന് അകറ്റിക്കളയുന്ന, ദൈവകൃപയിൽ നിന്നും തെറ്റായ മോഹങ്ങൾ ഉള്ളിൽ തന്ന് നമ്മളെ ലോകത്തിലേക്ക് വലിച്ചു കളയുന്ന പിശാചിനെ കുറിക്കുന്ന പദമാണ് ദുഷ്ടൻ എന്ന പദം. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവവചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾക്ക് ദുഷ്ടനെ ജയിക്കുവാൻ കഴിയും. ആരെ ജയിക്കുവാൻ കഴിയും? സാത്താനെ ജയിക്കുവാൻ കഴിയും, ലോകത്തെ ജയിക്കുവാൻ കഴിയും, ലോകത്തിന്റെ മോഹത്തെ ജയിക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ,
ഇന്ന് ആത്മീക ജീവിതത്തിൽ അനേകരുടെ ജീവിതം പരാജയത്തിലാണ് കിടക്കുന്നത്. അവർക്ക് ദുഷ്ടനെയും ലോകത്തെയും ലോകത്തിന്റെ മോഹത്തെയും ജയിക്കുവാൻ കഴിയുന്നില്ല. ലോക മനുഷ്യരെ പോലെയാണ് ഇന്ന് ദൈവമക്കൾ, അല്ല അതിനെ കഴിഞ്ഞും വളരെ താഴ്ന്ന നിലവാരത്തിൽ ഇന്ന് ദൈവമക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ്? വിഷയാസക്തരായി വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും തെറ്റായ മലിനതകൾക്കും അടിമപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ, ആരാധിക്കുവാൻ കഴിയാതെ, ദൈവവചന പ്രകാരം പരിശുദ്ധാത്മാവിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ കഴിയാതെ വണ്ണം തലമുറകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, ആത്മീക ജീവിതം ഇന്ന് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, സഭകളിൽ ലോകം കയറിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവമക്കളിൽ ലോകത്തിന്റെ ഒഴുക്ക് ഒരു കുത്തൊഴുക്ക് പോലെ നമ്മളിലേക്ക് വരുമ്പോൾ, നമുക്കതിനെ ജയിക്കണമെങ്കിൽ ദൈവവചനം നമ്മളിൽ വസിക്കണം. ദൈവവചനം നമ്മളിൽ വസിക്കണമെങ്കിൽ നാം ആരായിരിക്കണം? ശക്തരായിരിക്കണം. എങ്ങനെ ശക്തരായിരിക്കണം? ആത്മാവിൽ ശക്തരായിരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം നിറയപ്പെട്ടവരായിരിക്കണമെന്നാണ് ആമേൻ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ആകയാൽ ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിലും, സ്തോത്രം, നിങ്ങൾ ശക്തരാകിലും. നോക്കൂ, നിങ്ങൾ ശക്തരാകണം. സ്തോത്രം. ബാല്യക്കാർ ശക്തരാകണം. ശക്തരാകുമ്പോൾ ശക്തിയുള്ളവരിൽ, ആത്മശക്തിയുള്ളവരിൽ മാത്രമേ ദൈവത്തിന്റെ വചനം വസിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കുന്ന ദൈവമക്കളിലാണ് ദൈവവചനം വസിക്കുന്നത്. എന്താ ഈ വസിക്കുക എന്ന് പറയുക? സ്തോത്രം. വസിക്കുക. നമ്മളോട് ചോദിക്കും, നിങ്ങൾ എവിടാണ് താമസിക്കുന്നത്? നിങ്ങൾ എവിടാണ് നിങ്ങളുടെ വാസസ്ഥലം? എന്ന് വെച്ചാൽ വാസസ്ഥലം. വസിക്കുക എന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് അത് മുറിയെടുത്തിട്ട് 2 ദിവസം നിന്നേച്ച് പോകുന്നതല്ല, നിരന്തരമായി താമസിക്കുക. അവിടെയാണ് നിങ്ങളുടെ ഐഡന്റിറ്റി വരുന്നത്. അവിടെ നിങ്ങൾക്കൊരു PO ഉണ്ട്, അവിടെ നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ട്, അവിടെയാണ് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് കിടക്കുന്നത്. ഇതുപോലെ ദൈവവചനം നിരന്തരമായി വസിക്കുക. സ്തോത്രം. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. ദൈവവചനം നിരന്തരമായി നമ്മളിൽ വസിക്കുക. സ്തോത്രം. നിരന്തരമായി വന്നും പോയും ശിംശോന്റെ ജീവിതത്തിൽ ഇതാണ്, ദൈവത്തിന്റെ ആത്മാവിന് നിരന്തരമായി വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്താണ് ഇന്ന് നിരന്തരമായി ദൈവത്തിന്റെ വചനത്തിന് ഒരു ദൈവ പൈതലിൽ വസിക്കുവാൻ കഴിയാത്തതിന്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പഴയ നിയമത്തിൽ ആ മനുഷ്യൻ ശിംശോനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നത്, നസീർ വ്രതക്കാരനായി അവന്റെ ബാല്യകാലം മുതൽ അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ട ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവന്റെ ജനനം മുതൽ അവന്റെ അമ്മയ്ക്കും അപ്പനും ദൈവത്തിന്റെ ആത്മാവ് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. ദൂതൻ മുഖാന്തരം ഇവൻ വിശുദ്ധ പ്രജയാകയാൽ, ഇവൻ ദൈവത്തിന്റെ നസീരനാകയാൽ, ഇവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളതാകയാൽ ചിലർത്തുനിന്ന് മാറി നിൽക്കുവാൻ ദൈവാത്മാവ് അവനെ ബുദ്ധി ഉപദേശിച്ചു. മദ്യം തുടരുത്, വീഞ്ഞുകൊട് തുടരുത്, എന്താണ് ശവത്തെ തുടരുത്. ഇതൊക്കെ ആഴമേറിയ ദൈവിക അർത്ഥങ്ങൾ, മർമ്മങ്ങളാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും നിനക്ക് പോകുവാൻ നിനക്ക് അനുവാദമില്ല, എല്ലാം കാണുവാൻ നിനക്ക് അനുവാദമില്ല, എല്ലതും കുടിക്കുവാൻ നിനക്ക് അനുവാദമില്ല, എല്ലാം കഴിക്കുവാൻ നിനക്ക് അനുവാദമില്ല, എല്ലാം കാണുവാൻ നിനക്ക് അനുവാദമില്ല, എല്ലായിടത്തും നടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു ദൈവ പൈതലിന് അനുവാദമില്ല. എല്ലാവരും പറയുന്നത് പോലെ പറയുവാൻ നിനക്ക് അനുവാദമില്ല, എല്ലാവരും കേൾക്കുന്നത് പോലെ കേൾക്കുവാൻ നിനക്ക് അനുവാദമില്ല. ബിക്കോസ് ദൈവം നിന്നെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. നിന്നെ ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ വ്രതസ്ഥനായിട്ട് തനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. നമുക്കറിയാമല്ലോ, താൻ എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞോ അതൊക്കെ താൻ ചെയ്യുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവാത്മാവിന് ശിംശോന്റെ മേൽ വസിക്കുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, അശുദ്ധമായ പ്രതലത്തിൽ, അശുദ്ധിയുള്ള ഇടത്ത് ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ കഴിയില്ല. വിശുദ്ധിയില്ലാത്ത പാളയത്തിൽ ദൈവാത്മാവ് വസിക്കുകയില്ല. ഇന്ന് പകൽ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാൻ തക്കവണ്ണമായി നമ്മുടെ ജീവിതം ഒരുക്കപ്പെട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ തക്കവണ്ണമായി നമ്മുടെ ജീവിതം ഒരുങ്ങിയിട്ടുണ്ടോ? സ്തോത്രം. ഒരുങ്ങാത്തടുത്ത് ജീവിതം സൂക്ഷിക്കാത്തടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരിക്കലും വസിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവ
ദൈവത്തിന്റെ ആത്മാവ് വന്നും പോയും ഇരുന്നു. നോക്കുക, ദൈവാത്മാവ് വസിക്കാൻ ഇച്ഛിക്കുന്ന ഒരു വ്യക്തി ഈ വ്രതപ്രകാരം അല്ലെങ്കിൽ നസീർ വ്രതം എന്ന് പറയുന്ന ഉടമ്പടി പ്രകാരം ജീവിച്ചില്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ, ആ മനുഷ്യന്റെ ജീവിതം ഏറ്റവും കയ്പ് നിറഞ്ഞ അനുഭവത്തിലേക്ക് ആയിത്തീരുവാനിടയായി. സ്തോത്രം. നമുക്കറിയാം, ആ മനുഷ്യൻ ശത്രുവിനാൽ വശീകരിക്കപ്പെട്ട്, ശത്രുവിനാൽ ബന്ധിക്കപ്പെട്ട് അവസാനം ദാഗോന്റെ ക്ഷേത്രത്തിൽ മാവ് പൊടിക്കുന്നവനായി അവന്റെ കണ്ണുകൾ കുത്തി പൊട്ടിച്ച് അവന്റെ ചെങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് ഒരു ബന്ധനസ്ഥനായിട്ട്, മാവ് പൊടിക്കുന്നവനായിട്ട് അസാധാരണക്കാരനായ ശുശ്രൂഷകൻ മാറ്റപ്പെട്ടു എന്നുള്ള വേദനാജനകമായ ചരിത്രമാണ് പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശിംശോനിലൂടെ ദൈവം നമുക്ക് തരുന്നത്. എന്താണ് കാരണം? സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് അതിൽ നാം വിശ്വസ്തരായിരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഒന്നുകൂടെ പറയാം, യേശു പുതിയ നിയമത്തിൽ പറയുന്നത്, ഒരു മനുഷ്യൻ, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി. സ്തോത്രം. വീണ്ടും അവൻ ഇരിക്കാൻ മറ്റൊരിടം കാണാത്തത് കൊണ്ട് അവൻ തിരികെ വന്നപ്പോൾ തന്നെക്കാട്ടിലും ദുഷ്ടതയേറിയ 7 ആത്മാവിനെ കൊണ്ടുവന്നു. പിന്നത്തെ ഗതി ആദ്യത്തെ ഗതിയേക്കാൾ അധോഗതി ആ മനുഷ്യൻ പ്രാപിച്ചുവെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ വളരെ കരുതിയിരിക്കേണ്ട കാര്യമാണിത്. സ്തോത്രം. ദൈവാത്മാവ് വന്ന്, ദൈവാത്മാവ് വസിച്ച്, ദൈവാത്മാവ് ചില പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയ ശിംശോൻ പിന്നത്തേതിൽ ശ്രദ്ധാലുവല്ലാത്തത് കൊണ്ട്, ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്ക് മുൻതൂക്കം കൊടുക്കാതിരുന്നത് കൊണ്ട്, താൻ പിന്നത്തേതിൽ 7 ഭൂതം ബാധിച്ച, 7 അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനെ പോലെ പിന്നത്തേതിൽ താൻ അസാധാരണമായ തകർച്ചയിലേക്ക് മാറ്റപ്പെട്ടെന്ന് വേദപുസ്തകം തെളിവായിട്ടാണ് നമുക്ക് മുമ്പാകെ വരച്ചു കാണിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശക്തനായവൻ കുന്നൊന്ന് കുന്നിരണ്ട് എന്ന് പറഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, വലിയ ദൈവപ്രവൃത്തിക്ക് അവൻ ദൈവപ്രവൃത്തി ചെയ്ത മനുഷ്യൻ പിന്നത്തേതിൽ ആർക്കും പിടിക്കുവാൻ കഴിയത്തില്ലാത്ത പച്ച കഴുതയുടെ താടിയല്ല്. സ്തോത്രം. നമുക്കറിയാം, ആർക്കും അതിനെ പിടിക്കാനൊക്കത്തില്ല. ഈ എല്ല്, ഈ മൃഗത്തിന്റെ എല്ല് നമുക്കതിനെ പിടിക്കാനൊക്കത്തില്ല. കാരണം കയ്യിൽ അത് വഴുവഴുത്ത് പോകും, നമുക്ക് പിടികിട്ടത്തില്ല. നോക്കുക, ആ പിടികിട്ടാത്ത പച്ച കഴുതയുടെ താടിയല്ല് ഉപയോഗിച്ച് ആ മനുഷ്യൻ ഫെലിസ്തരെ കുന്നൊന്ന് കുന്ന് 2 എന്ന് പറഞ്ഞ് തല്ലിക്കൂട്ടി എന്നാണ് പഴയ നിയമം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ആ ഭാഗം വിടുകയാണ്. എന്താണെന്നറിയാമോ, ആർക്കും പിടിക്കാത്തതിന് സ്തോത്രം, അഭിഷേകം പ്രാപിച്ചവന്റെ കയ്യിൽ അത് ഒതുങ്ങും. സ്തോത്രം. ആത്മശക്തി ഉള്ളവൻ, അഭിഷേകത്തിന് മുൻതൂക്കം കൊടുക്കുന്നവൻ, അഭിഷേകത്തിന് വേണ്ടി ജീവിക്കുന്നവൻ, അഭിഷേകത്തിന് വേണ്ടി അവൻ തന്നെ സമർപ്പിച്ചവൻ, ആരും ചെയ്യാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ, ആർക്കും ഒതുങ്ങാത്ത കാര്യങ്ങളെ ചെയ്യുവാൻ, ആർക്കും കീഴടങ്ങാത്തത് അവന്റെ മുമ്പാകെ കീഴടങ്ങുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിച്ചവൻ, ആത്മാവിൽ നടന്നവൻ വൻ കാര്യങ്ങളെ ചെയ്തു. സ്തോത്രം. അവനെ കെട്ടാൻ, സ്തോത്രം, ഇവിടെ ഒരു കയറില്ല. സ്തോത്രം. അവനെ ബന്ധിക്കാൻ ഈ ലോകത്തിൽ ഉണ്ടാക്കിയ ഒരു കെട്ടിനും ഒക്കത്തില്ല. ഞാൻ ഒന്നുകൂടി പറയാം ദൈവമക്കളെ, ആത്മാവിൽ നിങ്ങൾ ശക്തരാണെങ്കിൽ, നിങ്ങൾ കാത്തിരുന്ന് ആത്മശക്തി പ്രാപിച്ചവരാണെങ്കിൽ, നിങ്ങൾ ആത്മശക്തി നിങ്ങളിൽ തന്നെ സൂക്ഷിക്കാൻ മനസ്സുള്ളവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് മറുതലിക്കാത്തവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കാത്തവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് നിങ്ങൾ ചെവി കൊടുക്കുന്നവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരാണെങ്കിൽ, നിന്നെ ബന്ധിക്കുവാൻ, നിന്റെ തലമുറയെ കെട്ടുവാൻ, നിന്നെ ഇല്ലാതാക്കി കളയുവാൻ, നിന്റെ തലമുറയെ മുടിച്ചു കളയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഒരു ശക്തിക്കും ഒക്കത്തില്ല. എത്ര പുതിയ കയറുകൊണ്ട് നിന്നെ കെട്ടിയാലും ആത്മശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ അത് തീ കൊണ്ട് കരിയുന്നത് പോലെ കരിഞ്ഞു മാറും. ദൈവശക്തിക്ക് മുമ്പാകെ നിങ്ങൾ വിധേയപ്പെടുമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന് നിങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കുമെങ്കിൽ, നീ ഉറങ്ങുമ്പോഴും നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. സ്തോത്രം. നീ ഉറങ്ങുമ്പോഴും നിന്നെ കാക്കുന്ന ഒരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. നിനക്ക് പ്രതികരിക്കാൻ കഴിയാത്ത നീ ഒരു മയക്കത്തിന്റെ അനുഭവത്തിലേക്ക് മാറ്റിയാലും നിനക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിന്റെ കുടുംബത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നിന്റെ
തലമുറയ്ക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ശക്തിയുണ്ട്. ശത്രുവിന് നിന്നെ കെട്ടുവാൻ കഴിയത്തില്ല. ശത്രുവിന് നിന്നെ ഒതുക്കുവാൻ കഴിയത്തില്ല. അവൻ ഉറങ്ങുമ്പോ അവനെ ബന്ധിച്ചു. ഉറക്കുണർന്ന അവൻ, സ്തോത്രം, അവനെ കെട്ടിയിരുന്ന ആ ചണനൂൽ അല്ലെങ്കിൽ ആ കയറ്, സ്തോത്രം, ആത്മശക്തി കൊണ്ട് കരിഞ്ഞു പോയെന്നാ പറയുന്നത്. ആത്മശക്തി കൊണ്ട് അതൊരു ഭയങ്കര ലെവൽ. ആത്മീയ ജീവിതത്തിലെ ആത്മാവിൻ്റെ തൂക്കം കൊടുത്താൽ, ആത്മാവിനെ അനുസരിച്ചാൽ അസാധാരണമായ നിലയിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ നടന്നിട്ടും, ഇങ്ങനെയൊക്കെ വൻ കാര്യങ്ങൾ ചെയ്തിട്ടും ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ തൻ്റെ ജീവിതം സൂക്ഷിച്ചില്ല. ഇത് നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ്. നോക്കൂ, നിങ്ങൾ എത്ര വലിയ പ്രസംഗകനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ ഭൂതശാന്തിക്കാരനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ രോഗശാന്തിക്കാരനാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ വീര്യപ്രവർത്തിക്കാരനാണെങ്കിലും, നിങ്ങൾ എത്ര അസാധാരണമായ മിനിസ്ട്രികൾ ചെയ്യുന്ന ആളാണെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ജീവിതം സൂക്ഷിച്ചില്ലെങ്കിൽ അത് കുഴപ്പമാണ്. കുഴപ്പമല്ല, വലിയ കുഴപ്പമാണ്. ചെറിയ കുഴപ്പമാണോ? പരിഹരിക്കാൻ പറ്റാത്ത കുഴപ്പമോ? അത് വചനം പറയുന്നത് പോലെ മരണത്തിനുള്ള പാപവുമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ടെന്ന് പറയുന്ന പോലെ പരിഹരിക്കാൻ കഴിയുന്ന കുഴപ്പങ്ങളുണ്ട്, പരിഹരിക്കാൻ കഴിയാത്ത കുഴപ്പങ്ങളുണ്ട്. പരിഹരിക്കാൻ കഴിയാത്ത കുഴപ്പത്തിൽ ചാടരുത്. പരിഹരിക്കുവാൻ കഴിയാത്ത കുഴപ്പത്തിന് നീ കൈ കൊടുക്കരുത്. സ്വത്രം, ദൈവാത്മാവിന്റെ ശബ്ദം കേൾക്കണം. ഇതൊക്കെ ചെയ്യുമെങ്കിലും കട്ടളവാതിൽ പറിച്ചെടുത്തോണ്ട് പോകരുത് മനുഷ്യൻ. ഇതൊക്കെ അത്ഭുതം ചെയ്യുമ്പോഴും തൻ്റെ രഹസ്യ ജീവിതത്തിൽ താൻ വളരെ തകർച്ചയിലൂടെയാണ് കടന്നുപോയത്. ജീവിതത്തിൽ താൻ തൻ്റെ ജീവിതം സൂക്ഷിച്ചില്ല. അവസാനം എന്താണ് നടന്നതെന്ന് നിങ്ങൾക്കറിയാം. ഒരു ദേശത്തെ കിടുകിട വിറപ്പിച്ചവൻ, അല്ലെ, ഒരു ദേശത്തിന്റെ ഭീതിയായിരുന്നവൻ, ദൈവത്തിന്റെ കരങ്ങളിൽ പ്രയോജനപ്പെട്ടവൻ, അവസാനം കണ്ണ് കുത്തി പൊട്ടിക്കപ്പെട്ട് മാവ് പൊടിക്കുന്ന അനുഭവത്തിൽ ദാഗോന്റെ ക്ഷേത്രത്തിൽ ബന്ധിക്കപ്പെട്ടുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇത് നമുക്ക് ഒരു മുൻകുറിയാണ് ദൈവമക്കളെ. സ്തോത്രം. നാം ദൈവത്തിന് വേണ്ടി എത്ര പ്രയോജനപ്പെടുമ്പോഴും, നാം ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തെങ്കിലും, ദൈവവചനം പറയുന്നു, ദൈവത്തിന്റെ വചനപ്രകാരം നാം ജീവിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം അനുസരിക്കുന്നവരായിരിക്കണം. അപ്പോൾ ശിംശോന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിരന്തരം വസിക്കുവാൻ, അവനിൽ ഒരു പിയോ ഉണ്ടാക്കുവാൻ, അല്ലെ, എന്താ പിയോ ചോദിക്കത്തില്ലേ സ്ഥിരതാമസക്കാരനോട്, ഏതാ പിയോ എന്ന്? അതാണ് അവന്റെ ഐഡന്റിറ്റി. ആത്മാവിന്റെ ഒരു പിയോ, ആത്മാവിന് വസിക്കാനുള്ള അഡ്രസ് നിരന്തരമായി. സ്വത്രം അവനില്ലായിരുന്നു. ആ മനുഷ്യനിൽ നിരന്തരം വസിക്കുവാൻ, ആത്മാവിന് വസിക്കുവാൻ, അഭിഷേകത്തിന് വസിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ വളരെ കൃത്യമായി എഴുതിയത്, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാണ്, സമ്മതിച്ചു. അത് ജഡത്തിലാണോ, മസിലിലാണോ, കഴിവിലാണോ, ബുദ്ധിയിലാണോ നല്ലത്? പക്ഷെ അതിനേക്കാൾ നിങ്ങൾ ശക്തരാകണം. എങ്ങനെ? ദൈവവചനത്തിൽ നിങ്ങൾ ആരായിരിക്കണം? ശക്തരാകണം. ആത്മാവിൽ നിങ്ങൾ ആരായിരിക്കണം? ശക്തരാകണം. നിങ്ങൾക്ക് അല്പം ബുദ്ധി കുറഞ്ഞാലും, നിങ്ങൾക്ക് കഴിവ് കുറഞ്ഞാലും, നിങ്ങൾക്ക് പഠനം അധികമില്ലെങ്കിലും, സ്വത്രം, നിങ്ങൾ പരാജയപ്പെടത്തില്ല. പരാജയപ്പെടുമോ? ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ബുദ്ധി കുറഞ്ഞാലും, പഠനത്തിൽ നിങ്ങളൊരു ബ്രില്യൻ്റ് അല്ലെങ്കിലും, നോക്കൂ, നിങ്ങൾക്ക് പണമില്ലെങ്കിലും, നിങ്ങൾക്ക് സൗന്ദര്യമില്ലെങ്കിലും, നിങ്ങൾക്ക് പല്ലുന്തിയതാണെങ്കിലും, നിങ്ങൾക്ക് കളർ കുറവാണെങ്കിലും, നിങ്ങൾ പരാജയപ്പെടത്തില്ല. പരാജയപ്പെടുമോ? നിങ്ങൾ ശക്തരല്ല. അവിടെ ഒന്നും നിങ്ങൾ ശക്തരല്ലെങ്കിലും ഡോണ്ട് വെറി ബ്രദർ, സഹോദരി, സാരമില്ല. ആത്മാവിൽ നിങ്ങൾ ശക്തയാണെങ്കിൽ, ആത്മാവിൽ നിങ്ങൾ ശക്തരാണെങ്കിൽ, സ്തോത്രം, ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ജീവിതം ഒരു വിജയമായി മാറാൻ പോവുകയാണ്. മുഴുവൻ A+ മേടിച്ച ആളുകളെ നമുക്കറിയാം, മസില് വീരന്മാരെ നമുക്കറിയാം, കുടുംബ മഹിമയുള്ളവരെ നമുക്കറിയാം.
വലിയ കാറുള്ളവരെ, കോടീശ്വരന്മാരെ നമുക്കറിയാം, അല്ലെ? അവരുടെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ടു. അവരുടെ ജീവിതം പരാജയപ്പെട്ടു പോയി. 7000 കോടിയോളം ഡോളറിന്റെയോ മറ്റോ അധിപയായിരുന്ന ഒരു ഗ്രീക്ക് കോടീശ്വരന്റെ മകള് പറഞ്ഞു, സ്തോത്രം, ഞാൻ ഇത് മുഴുവൻ നിങ്ങൾക്ക് തരാം, എനിക്കല്പം സ്വാതന്ത്ര്യം തരൂ, എനിക്ക് സമാധാനം തരൂ, എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. അപ്പൊ ഇതൊന്നും ഉണ്ടെങ്കിലും ജീവിത വിജയത്തിൽ എത്തത്തില്ലെന്നാ ഞാൻ പറഞ്ഞേ, സ്തോത്രം. എന്നാൽ നിങ്ങൾ ആത്മാവിൽ ശക്തരാണെങ്കിൽ, ആത്മാവിൽ നിങ്ങൾ ശക്തരാകണമെങ്കിൽ നിങ്ങൾ ജയാളികളാകും. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. സ്തോത്രം. ദൈവത്തിന് മുമ്പാകെ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ബിക്കോസ് അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ആരും നിങ്ങളെ ബുദ്ധി ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അഭിഷേകത്തിന്റെ ആ പ്രത്യേകതയാണ്. ആ വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകണം. എന്നിൽ ശക്തരാകണം എന്ന് പറയുന്നത് ആത്മാവിൽ ശക്തരാകണം. അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നു, എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, ആത്മശക്തി. സ്തോത്രം. അത് നമ്മെ വിട്ടു പോകാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു മാറാതിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഒരു സെക്കൻഡിൽ പോലും നമ്മളെ വിട്ടൊഴിയാതിരിക്കട്ടെ. ആത്മപൂർണനായ, ആത്മാവിനെ അനുസരിക്കുന്ന, ആത്മീക ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്ത്യാനിയാകുവാൻ, ഒരു ബാല്യക്കാരനാകുവാൻ, ഒരു ബാല്യക്കാരത്തിയാകുവാൻ, ഒരു യുവതിയാകുവാൻ, ഒരു യുവാവാകുവാൻ ദൈവം നമുക്ക് ആഹ്വാനം നൽകുകയാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം. അപ്പോൾ നിങ്ങൾ ശക്തരാണെങ്കിൽ, ആത്മാവിൽ ശക്തരാണെങ്കിൽ, ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കും. ആത്മാവിനെ നിങ്ങൾ അനുസരിക്കുമെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കും. ദൈവവചനം നിങ്ങളെ വിട്ടുപോകത്തില്ല. ദൈവവചനം നിങ്ങളിൽ വസിച്ചാൽ നിങ്ങൾക്ക് ആരെ ജയിക്കാൻ കഴിയും? ദുഷ്ടനെ ജയിക്കാൻ കഴിയും, പിശാചിനെ ജയിക്കാൻ കഴിയും, മോഹത്തെ ജയിക്കുവാൻ കഴിയും, പ്രേരണകളെ ജയിക്കുവാൻ കഴിയും, അല്ലേ? ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ വിഷയം എന്താണ്? അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രേരണകളെ ജയിക്കുവാൻ കഴിയുന്നില്ല. പ്രേരണകൾ എന്താണെന്നറിയോ? എന്താണെന്നറിയോ പ്രേരണ? നോക്കൂ, കൂട്ടുകാരോടുകൂടെ പോകുവാനുള്ള പ്രേരണ, മദ്യപിക്കുവാനുള്ള പ്രേരണ, വേണ്ടാത്തത് ചെയ്യുവാനുള്ള പ്രേരണ, ക്ലാസ് കട്ട് ചെയ്യുവാനുള്ള പ്രേരണ, അവിടെ ഓടുവാനുള്ള പ്രേരണ, ഫോണിന്റെ അകത്ത് കണ്ടോണ്ടിരിക്കാനുള്ള പ്രേരണ. ഇതൊക്കെ പ്രേരണകളാണ്. അതിനെ ജയിക്കണമെങ്കിൽ, അതിനോട് നിങ്ങൾക്ക് ജയമുണ്ടാകണമെങ്കിൽ ദൈവവചനം നിങ്ങളിൽ വസിച്ചാൽ ദുഷ്ടനെ നമുക്ക് ജയിക്കുവാൻ കഴിയും. എല്ലാ മേഖലയിലും ജീവിതത്തിൽ നമുക്ക് ജയാളിയായി തീരുവാൻ കഴിയും. 27-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ മേൽ ഇരിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. അത് ഫോഴ്സ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. നിങ്ങൾ അവനിൽ വസിപ്പീൻ. അവിടെ പറയുന്നു, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിലുണ്ട്. അവനാൽ പ്രാപിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളിലുണ്ട്. നിങ്ങൾ ആരും എന്തോ ചെയ്യണ്ട. ഞാൻ മനസ്സിലാക്കുന്നത്, പ്രിയ മാതാവേ, പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചാൽ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചാൽ, പൗലോസ് ചോദിച്ചില്ലേ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോന്ന്? എന്നാ അതിന്റെ ഗുട്ടൻസ്, അതിന്റെ കാര്യം എന്താ നിങ്ങൾക്കറിയാമോ? ഈ അഭിഷേകം, ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചാൽ, അവിടെ പറയുന്നത്, ആരും നിങ്ങളെ എന്താ ചെയ്യണ്ട? ഉപദേശിക്കണ്ട. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായൊരു തലമാണത്. ആരും നിങ്ങളെ ഉപദേശിക്കണ്ട. അപ്പം കൂടെ ഇരിക്കണ്ട, അമ്മ കൂടെ വേണ്ട, ടീച്ചർ വേണ്ട, അങ്കിൾ വേണ്ട, ആന്റി വേണ്ട, മുത്തശ്ശനും വേണ്ട, മുത്തശ്ശിയും വേണ്ട. ആരും നിങ്ങൾ ഉപദേശിക്കണ്ട. ഈ അഭിഷേകം നിങ്ങൾ പ്രാപിച്ചാൽ, ഈ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചാൽ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിച്ചാൽ, അഭിഷേകം, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കും. ഹോസ്റ്റലിലായിരിക്കുമ്പോഴും ഉപദേശിക്കും കേട്ടോ.
ആപ്പിൾ ഫോൺ മേടിച്ചു കൊടുക്കാനും, കൂടിയ ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കാനും, കൂടിയ ലോകത്തിന്റെ വസ്തുവകകൾ മേടിച്ചു കൊടുക്കാനും ഒക്കെ പേരൻസ്, മാതാപിതാക്കൾ ഉദ്യമപ്പെടുമ്പോൾ, അതിനുവേണ്ടി ഉത്സാഹിക്കുമ്പോൾ, അതിന് കഷ്ടപ്പെടുമ്പോൾ, അത് നല്ലതായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെങ്കിൽ അതിനേക്കാൾ നിങ്ങൾ കഷ്ടപ്പെടേണ്ടത്, അതിനേക്കാൾ നിങ്ങൾ ആത്മാവിൽ പ്രയത്നിക്കേണ്ടത് നമ്മുടെ തലമുറകൾ അഭിഷേകം പ്രാപിക്കുവാനാണ്. അഭിഷേകം പ്രാപിക്കുന്നവൻ, അഭിഷേകം പ്രാപിച്ചവൻ, അഭിഷേകത്തിന്റെ നിയോഗത്തിൽ നടക്കുന്നവൻ എവിടെ പോയാലും അവന്റെ കൂടെ ആരുമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങും. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളെ ഉപദേശിച്ചു തരും. അഭിഷേകം പറയും അത് ചെയ്യരുത്, അഭിഷേകം പറയും അത് അപകടമാണ്, അഭിഷേകം ആത്മാവ് പറയും അവിടേക്ക് നീ നോക്കരുത്, ആത്മാവ് പറയും അവിടേക്ക് നീ പോകരുത്. ഇത് ഉപദേശിക്കുന്ന അഭിഷേകമാണ്. സ്തോത്രം, സ്തോത്രം. അപ്പൻ ഉപദേശിക്കുന്നതിനേക്കാൾ, അമ്മ ഉപദേശിക്കുന്നതിനേക്കാൾ നമ്മൾ എങ്ങനെ ഉപദേശിക്കുന്നേ? നമ്മുടെ തലമുറകളുടെ ക്രമക്കേടുകൾ കാണുമ്പോഴാണ് നമ്മൾ ഉപദേശിക്കുന്നത്, അല്ലേ? കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദേശിക്കാൻ ഒക്കുവോ? ഹൃദയത്തിലിരിക്കുന്ന ക്രമക്കേടുകൾ, ഹൃദയത്തിലിരിക്കുന്ന വേണ്ടാത്ത ആഗ്രഹങ്ങൾ, ഹൃദയത്തിലിരിക്കുന്ന വേണ്ടാത്ത ചിന്തകൾ അപ്പാ നിങ്ങൾക്ക് ഉപദേശിക്കാൻ കഴിയുമോ? എങ്ങനെ ഉപദേശം വരുന്നേ? അവനിൽ നിന്ന്, അവളിൽ നിന്ന് അത് പുറപ്പെട്ടു വരുമ്പോൾ, വെളിയിൽ വരുമ്പോഴാണ് നമുക്ക് ഉപദേശം നമുക്ക് കൊടുക്കാൻ ഒക്കൂ. എന്നാൽ ആത്മാവിന്റെ ഉപദേശം അതല്ല. വെളിപ്പെടുന്നതിന് മുമ്പ് ഹൃദയത്തിൽ അങ്കുരിക്കുമ്പോൾ ആത്മാവ് ബോധം വരുത്തും. നോ 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 എന്ന് പറയും. ആത്മാവ് പറയും അരുത്. ആത്മാവ് നമുക്ക് പാപബോധം തരും. അതാണ് അവനാൽ പ്രാപിച്ച അഭിഷേകത്തിന്റെ ഗുണം. സ്വതന്ത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്തായിരുന്നു അറിയാമച്ചി? കർത്താവ് കരഞ്ഞെന്ന് പറയുന്നുണ്ട്, കർത്താവിന് വിശന്നെന്ന് പറയുന്നുണ്ട്, കർത്താവ് ഉറങ്ങിയെന്ന് പറയുന്നുണ്ട്. ഇതുവരെ കർത്താവ് ക്ഷമ പറഞ്ഞു എന്ന് ഞാൻ നമുക്ക് കാണാനൊക്കത്തില്ല. നമ്മുടെ കർത്താവ് ക്ഷമിക്കണം ബ്രദർ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് തെറ്റുപറ്റിപ്പോയെന്ന്. എന്നാ കാരണം എന്നറിയോ? ആത്മാവിലാണ് നമ്മുടെ കർത്താവ് നടന്നത്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലാണ് നടന്നത്. അതുകൊണ്ട് സോറി എന്ന് പറയാനുള്ള ഒരു സാഹചര്യത്തിലും യേശുവിനെ ദൈവാത്മാവ് നടത്തിച്ചില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചെന്നെത്തേണ്ടി വന്നില്ല. സ്വത്രം. നാവ് കൊണ്ട് ദൈവഹിതമല്ലാത്ത ഒരു പാപം ചെയ്യാൻ തക്കവണ്ണമായ ഒരു സാഹചര്യത്തിൽ യേശുവിനെ എത്തിച്ചില്ല. അഥവാ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകേണ്ടി വന്നാൽ പോലും അത് പറയാൻ അനുവദിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വസിച്ചാൽ, നമ്മിൽ ആത്മാവ് നടത്തിപ്പ് തുടങ്ങിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കും. ആത്മാവ് പ്രാപിച്ചവനെ, അഭിഷേകം പ്രാപിച്ചവനെ, യഥാർത്ഥ അഭിഷേകമാകട്ടോ, യഥാർത്ഥ അഭിഷേകം പ്രാപിച്ചവനെ, യഥാർത്ഥ ആത്മാവിൽ നടത്തപ്പെടുന്നവനെ ധൈര്യമായിട്ട് എവിടെ നിങ്ങൾക്ക് വിടാം, ഏത് ഹോസ്റ്റലിലും വിടാം. ദൈവപ്രകാരം ദൈവാത്മാവ് വസിക്കുന്ന ഒരുത്തിന് ആവശ്യമില്ലാതെ എടുത്തെടുത്ത് വിടാൻ ഒക്കത്തില്ല നമുക്ക്. കാരണം നമ്മൾ ആത്മാവിനോട് ആലോചന എടുക്കും, അല്ലേ? പ്രവാചകനെ വിളിച്ച് ആലോചന എടുക്കുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ ആത്മാവിനോട്, ദൈവത്തോട് നമ്മൾ ചോദിക്കും, വിടാമോ, പോകാമോ, അല്ലേ? പോകാമോ, വിടാമോ? അപ്പോൾ അങ്ങനെയുള്ളിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മുടെ തലമുറയെ വിടൂ. അവൻ അവിടെ ചെന്നാൽ ആത്മാവ് അവനെ ഉപദേശിക്കുവാൻ തുടങ്ങും. അപ്പോസ്തലൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്: അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും, അത് ഫോഴ്സ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അത് ഉപദേശിച്ചതുപോലെ മമ്മി നമ്മൾ അവനിൽ വസിക്കണം. ആരിൽ വസിക്കണം? ആരിൽ വസിക്കണം? പരിശുദ്ധാത്മാവിൽ അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. 2 ദിവസം നിന്നച്ച് 3-ാമത്തെ ദിവസം പെട്ടിയും കിടക്കെടുത്തോണ്ട് ഓടരുത്. സ്തോത്രം. നമ്മിൽ ആത്മാവിൽ വസിക്കുക, അല്ലേ? അടുത്ത വാക്കിയോടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിയോടെ അവസാനിപ്പിക്കാം. ഇനിയും കുഞ്ഞുങ്ങളെ, ഈ വസിക്കുന്നവരെ പറ്റിയാണ് അടുത്ത ഭാഗം പറയുന്നത്. 28-ാമത്തെ വാക്യം. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക്
ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ആ ചിന്ത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ധ്യാനിച്ചെടുക്കേണ്ട ഒരു ചിന്തയാണ്, എന്തിനാണ് ദൈവാത്മാവിൽ വസിക്കുന്നത്, എന്തിനാണ് ദൈവാത്മാവിനെ അനുസരിച്ച് നീങ്ങുന്നത്, എന്തിനാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പൗലോസ് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്. കാരണം ഇതാണ്, ആരും ഉപദേശിക്കാത്ത ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കുവാൻ. കേട്ടോ, ആരും ഉപദേശിക്കാത്ത, ആരും വഴക്ക് പറയാത്ത, ആരും കൊള്ളത്തില്ലെന്ന് പറയാത്ത ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ചാലും ഒക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. പരിശുദ്ധാത്മാവിനെ അതെന്നെ ജീവിതമെന്നറിയോ? അവിടെ എഴുതിയിരിക്കുന്നു, നീ യാഗപീഠത്തിൽ ഒരു യാഗം അർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരനോട് നിനക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ആദ്യം നീ യാഗം അവിടെ വെക്കണം. ആദ്യം പോയി എന്തോ ചെയ്യണം? പ്രാപിക്കണം. ഇതാ ആത്മാവ് ഉപദേശിക്കുന്നത്. വേണ്ട, ഒരു പ്രശ്നമില്ല, പക്ഷെ ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, അതാ ആത്മാവിന്റെ ഉപദേശം. ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ പരിശുദ്ധാത്മാവ് പറയും, പോയി ക്ഷമ പറയടാന്ന് പറയും. പോയി കാല് പിടിക്ക്, പോയി മാപ്പ് പറ. അതാണ് ആത്മാവിന്റെ നടത്തിപ്പ്. സ്തോത്രം. അവന് പരാജയത്തിന്റെ കാരണമുണ്ടോ? അവന്റെ ജീവിതത്തിൽ പരാജയം ഉണ്ടോ? കുഞ്ഞെ, ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഇതൊരു കാര്യത്തിലല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇല്ലേ? എന്തോരം കേൾക്കണം വചനത്തിലൂടെ. പൗലോസിനോട് പറഞ്ഞു, പോകരുത്, പോകണ്ട, പ്രസംഗിക്കരുത്. ആത്മാവ് പറഞ്ഞു, പ്രസംഗിക്കരുത്, വേണ്ട. ചിലപ്പോ പറയും, പോയി. ജീവിതം അനുഗ്രഹിക്കപ്പെട്ടോ? ജീവിതം ദൈവഹിത പ്രകാരമായി മാറിയോ? ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ആത്മീയ ജീവിതത്തിൽ മുട്ടുണ്ടാകുകയില്ല, സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി. സ്വത്രം. ഇനി മുട്ട് ഉണ്ടായെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ആത്മാവിനെ അനുസരിച്ചാൽ മതി. നീ ആരുടെ പുറകെ പോകണ്ട. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാ മതി. നിനക്ക് എന്താണ് നീ അടുത്തത് ചെയ്യേണ്ടതെന്ന് ദൈവാത്മാവ് പറയും. എഴുന്നേറ്റ് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തിലേക്ക് പോ എന്ന് ആത്മാവ് പറഞ്ഞു വിടും. അവിടെ നിനക്കൊരു ശുശ്രൂഷയുണ്ട്, അവിടെ നിനക്കൊരു ഡ്യൂട്ടിയുണ്ട്, അവിടെ നിനക്കൊരു പ്രവൃത്തിയുണ്ട്. ആത്മാവിനെ അനുസരിക്കുന്നവർക്ക് മാത്രം ദൈവം പറഞ്ഞിരിക്കുന്ന നന്മകളായത്. സ്വതന്ത്രം. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ മതി. അത് ആത്മീകത്തിലും ഭൗതികത്തിലും ഒക്കെ ഒരു വലിയ നടത്തിപ്പ് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരും. ഭൂമിയിൽ ഒന്ന്, ആ വാക്യത്തിൽ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന്, ഭൂമിയിൽ നിങ്ങൾക്ക് വിജയകരമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെയും നിങ്ങളുടെ അമ്മയുടെയും നിങ്ങളുടെ സഹോദരൻ്റെയും നിങ്ങളുടെ സഹോദരിയുടെയും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും നിങ്ങൾ നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെയും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ചർച്ചിലും നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിലും നിങ്ങൾക്ക് വിജയകരമായിട്ടൊരു ജീവിതം നയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണമെന്നാണ് ദൈവാത്മാവ് പറയുന്നത്. സ്തോത്രം. ഞാൻ പറയുന്നത് ദൈവവചനം അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ചുള്ള വാക്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ലോക മനുഷ്യൻ ഇത് കേൾക്കുമ്പോൾ അവനിത് ഇഷ്ടമാണെന്നൊന്നും അവനിത് സന്തോഷകരമാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ദൈവവചനം പ്രകാരം വീണ്ടും ജനിച്ച, ദൈവവചന പ്രകാരം ജീവിക്കുവാൻ തീരുമാനമെടുത്ത എല്ലാ ദൈവമക്കൾക്കും ഇത് ബാധകമാണ്. കാരണം ലോക മനുഷ്യനില്ലാത്തൊരു പോരാട്ടം നിന്നോടുണ്ട്. അത് ദുഷ്ടന്റെ പോരാട്ടമാണ്. സ്തോത്രം. അവിടെ നിനക്ക് ജയാളിയാകണമെങ്കിൽ, അതിൽ നിനക്ക് വിജയം ഉണ്ടാകണമെങ്കിലാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ഒറ്റ വാക്കിൽ അതിനെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇങ്ങനെയാണ്: ലോകത്തിൽ നിങ്ങൾക്ക് വിജയകരമായിട്ട് ജീവിതം നയിക്കണമെങ്കിൽ, ബന്ധങ്ങൾ വിജയകരമായി പോകണമെങ്കിൽ, നിങ്ങളുടെ ഡ്യൂട്ടി ഇവിടെ തീർത്തും ചെയ്യണമെങ്കിൽ, ഇവിടെ ഏറ്റവും ആനന്ദദായകമായി നമ്മുടെ ജീവിതം കർത്താവിൽ പ്രയോജനപ്പെടണമെങ്കിൽ, ഒന്ന്, സ്വതം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, ദൈവാത്മാവിനെ പ്രാപിക്കണം, അവനെ അനുസരിക്കണം, അവനിൽ വസിക്കണം, അവനിൽ നടക്കണം. ഇനി രണ്ടാമത്തെ, ആത്മാവിനെ പ്രാപിച്ചവർക്കും ആത്മാവിനെ അനുസരിക്കുന്നവർക്കും ആത്മാവിൽ വസിക്കുന്നവർക്കുമുള്ള മറ്റൊരു ആത്മമണ്ഡലത്തിലുള്ള അനുഗ്രഹം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് നിർത്താം. 28-ാമത്തെ വാക്യം: ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പീൻ. മുമ്പേ പറഞ്ഞത് ഭൂമിയിലെ ജീവിതത്തെ കുറിച്ചായിരുന്നെങ്കിൽ, അടുത്തത് അവിടെ കൊണ്ട് തീരുന്നില്ല,
അവൻ പ്രത്യക്ഷനാകുമ്പോൾ യേശുവിന്റെ പ്രത്യക്ഷത, സ്തോത്രം, യേശുവിന്റെ പ്രത്യക്ഷതയിൽ എന്തെങ്കിലും പ്രതീക്ഷ ഒരു മനുഷ്യനുണ്ടാകണമെങ്കിൽ ആത്മാവിൽ വസിക്കുന്നവനായിരിക്കണം. സ്തോത്രം. യേശുവിന്റെ പ്രത്യക്ഷതയിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ, സ്തോത്രം, കർത്താവിന്റെ വരവെങ്കിൽ ആമേൻ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം ലജ്ജിച്ചു പോകാൻ ഇടയാകരുത്. സ്തോത്രം. നാം ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന്. എന്തിനാണ് ഈ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്? അത് ഇത്രയേ ഉള്ളൂ. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നാം രൂപാന്തരപ്പെടും. സ്തോത്രം. കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടും. അതാണ് ഈ ധൈര്യം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഒരർത്ഥം പറയുന്നത്. നാം കർത്താവിന്റെ വരവെങ്കിൽ എന്താണ് ലജ്ജിച്ചു പോവുക എന്ന് പറയുന്നത്? കൈവിടപ്പെട്ടു പോകുന്ന അനുഭവമാണ് ആ പറയുന്നത്. കൈവിടപ്പെട്ടു പോകുക, ഉപേക്ഷിക്കപ്പെട്ടു പോകുക, തള്ളപ്പെട്ടു പോകുക, അതാണ് അവിടെ പറയുന്നത്. സ്തോത്രം. ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ, കർത്താവിന്റെ വരവെങ്കിൽ നാം തള്ളപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ലജ്ജിച്ചു പോകാതിരിക്കണമെങ്കിൽ, നമുക്ക് അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം, അഥവാ എൻ്റെ കർത്താവ് വരുമ്പോൾ ഞാൻ എടുക്കപ്പെടും, ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കും എന്നുള്ള ധൈര്യം നമുക്കുണ്ടാകണമെങ്കിൽ, അത് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം നമ്മളിൽ പ്രകടമാകണമെങ്കിൽ നമ്മുടെ ജീവിതം, സ്തോത്രം, കർത്താവിൻ്റെ ദാസൻ പറയുന്നു, ആത്മാവിൽ വസിപ്പീൻ. ആത്മാവിനെ പ്രാപിച്ച്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, പരിശുദ്ധാത്മാവിൽ വസിച്ച്, പരിശുദ്ധാത്മാവിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലെ ജീവിതം ഒരു മനുഷ്യനൊരു ബോസ് നിങ്ങളെ ഉപദേശിക്കേണ്ടി വരത്തില്ല. ചെയ്യേണ്ടി വരുമോ? നിങ്ങളുടെ ജോലി സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കുന്ന എല്ലാ മേഖലയിലും ആരും നിങ്ങൾ ഉപദേശിക്കണ്ട. അവൻ ചിന്തിക്കുന്നതിനപ്പുറത്ത് നീ ചെയ്യും. പണ്ടാരോണ്ട് പറഞ്ഞ പോലെ ഒരു പൂ ചോദിച്ച് പൂക്കാലം കൊടുത്തെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല? വാർത്താ ചാനലിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവൻ പൂ ചോദിച്ചു പൂക്കാലം കൊടുത്തുവെന്ന്. സ്വന്തം ചാനലിൽ പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരർത്ഥം ഞാൻ എടുത്തു പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നിങ്ങളുടെ ബോസ് അല്ലെങ്കിൽ നിങ്ങളുടെ അധികാരി, അത് വീടാണെങ്കിലും എവിടെയാണെങ്കിലും, അവൻ ചോദിക്കുന്നതിനപ്പുറത്ത് നീ ചെയ്യും. അത് പരിശുദ്ധാത്മാവിൻ്റെ വിവേകമാണ്, പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമാണ്, പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മയാണ്. ഈ ലോകത്തിൽ ജീവിതം വിജയകരമാകും. മറ്റൊന്ന്, കർത്താവിൻ്റെ വരവ്, അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ കർത്താവിൻ്റെ കാഹളനാദം, ക്രിസ്തുയേശുവിൻ്റെ കാഹളനാദം ആകാശമേഘങ്ങളിൽ ഉയരുമ്പോൾ, വാനിൽ ഉയരുമ്പോൾ നാം ലജ്ജിച്ചു പോകാതെ, അഥവാ തള്ളപ്പെട്ടു പോകാതെ, ആദം യഹോവ തോട്ടത്തിൽ നടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ താൻ ഭയന്ന് ചെടികൾക്കിടയിൽ, മരങ്ങൾക്കിടയിൽ ഒളിച്ചു. എന്താണ്? ലജ്ജ അവനെ മൂടി, അവൻ ഒളിച്ചു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ നാം ലജ്ജിച്ചിരിക്കാനല്ല, ലജ്ജിച്ചു പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. നമുക്ക് ധൈര്യമുണ്ടാകുക, ലജ്ജ മാറി ധൈര്യമുണ്ടാകുവാൻ ആത്മാവിനെ പ്രാപിക്കണം. ജീവിതത്തിലെ എല്ലാ ഷെയിമും മാറണമെങ്കിൽ, ജീവിതത്തിലെ അനുഭവങ്ങൾ മാറണമെങ്കിൽ ആത്മശക്തിയിൽ നമുക്ക് ധൈര്യമുണ്ടാകും. ആത്മശക്തിയിൽ നമുക്ക് ധൈര്യമുണ്ടാകും. ആത്മാവിനെ പ്രാപിച്ചാൽ പേടി ജീവിതത്തിൽ ഭയം വിട്ടുമാറാൻ തുടങ്ങും. ഭയത്തിൻ്റെ സ്ഥാനത്ത് ദൈവം നമ്മെ ധൈര്യത്തോടെ നടത്തുവാനാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളുടെ ലജ്ജ നിങ്ങളെ വിട്ടുപോകും. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ശക്തിയും ആത്മവിശ്വാസവും ദൈവം നമ്മുടെ മേൽ പകരുവാനിടയായി തീരും. ഹല്ലേലൂയ. അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന്, എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുമെന്നുള്ള പ്രത്യാശയുടെയും വിശ്വാസത്തിൻ്റെയും വചനം നമ്മിൽ വളരണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം അവനിൽ വസിക്കണം. നാം അവനിൽ വസിക്കണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഒരു മിനിറ്റ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് പകൽ എഫേസ് ലേഖനത്തിൽ നിന്ന് ഒരു വചനത്തിൽ നിന്ന് ഞങ്ങളെ ചിന്തിപ്പാനിടയായി തീർന്നു. എന്നാൽ അത് ഞങ്ങളെ മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നല്ലോ.
ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് ഉള്ള മുൻഗണന എന്താണെന്ന് കർത്താവ് ഞങ്ങളെ വെളിപ്പെടുത്തുവാനിടയായി. അതിൻ പ്രകാരം ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനും ആത്മശക്തിയിൽ നിറയുവാനും ശക്തി പ്രാപിപ്പാനും ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ. ആ ശക്തിയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം വസിക്കുവാനുള്ള പാത്രമായി വരുന്നത്. ആ ശക്തി ഞങ്ങളിൽ വസിക്കുമ്പോൾ, ആ വചനം ഞങ്ങളിൽ വസിക്കുമ്പോഴാണ് ഞങ്ങൾ ദുഷ്ടനെ ജയിക്കുന്നത്. സാധാരണമായ വിജയത്തിൻ്റെ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആത്മാവിൽ നിറയ്ക്കുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.